രുദ്രൻ വിളിച്ച പാടെ ഫോൺ വെച്ചതിന് പിന്നാലെ നിദ്ര ഗായത്രി ദേവിയുടെ പിറകെ പോയിരുന്നു. അച്ഛൻ എന്തിനായിരിക്കും തന്നെ അന്വേഷിക്കുന്നത്? നോക്കുമ്പോൾ ഹാളിൽ തന്നെ മഹാദേവൻ അവളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. അത് കണ്ട് നിദ്ര മഹാദേവൻ്റെ അടുക്കലേക്ക് ചെന്നു. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അച്ഛാ? നിനക്ക് ഞങ്ങളെ വിശ്വാസമുണ്ടോ? അതെന്താ അച്ഛാ അങ്ങനെ ഒരു ചോദ്യം? നിങ്ങളെ അല്ലാതെ ഞാൻ വേറെ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരാണ് ഉള്ളത്? അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ നിദ്രയുടെ ശബ്ദം വിറച്ചു പോയിരുന്നു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, പക്ഷെ നീ ഒരുപാട് വിഷമിക്കാതിരിക്കാൻ അച്ഛന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ പറഞ്ഞോളൂ. നിദ്രയുടെ ശബ്ദം നേർത്തു. മോളെ, നീ ഇനി ഒരിക്കലും രുദ്രനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അവനെ കാണാനോ അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ശ്രമിക്കരുത്. അവന് നിന്നോടൊരു തരി പോലും സ്നേഹം പോലുമില്ല, ഉണ്ടായിരുന്നുമില്ല. മഹാദേവൻ തുടർന്നു. അവൻ താലി കെട്ടിയ പെണ്ണാണ് നീ. ആ ബോധവും ഇഷ്ടവും അവന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരുമായിരുന്നില്ല. ഏതോ ഒരുത്തി ആ വീടിൻ്റെ അവകാശിയാകുമായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോള് സമാധാനത്തോടെ മനസ്സിലാക്കണം. നമ്മളൊരിക്കലും നമ്മളോട് ആത്മാർത്ഥതയില്ലാത്തവരുടെ പിറകെ നടക്കരുത്. നീ വളരെ ചെറുപ്പമാണ്. ജീവിതത്തിൽ ഇനിയും നിനക്കേറെ മുന്നേറാനുണ്ട്. അവൻ്റെ പിന്നാലെ നടന്ന് കരയുന്നതിന് പകരം അവൻ്റെ മുന്നിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കുകയാണ് നീ ചെയ്യേണ്ടത്. അദ്ദേഹം ഒന്ന് നിർത്തി. അച്ഛൻ പറയുന്നത് മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിദ്ര വെറുതെ തലയളക്കി. എങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. താൻ ദേവേട്ടനെ പോലെ വലിയ ഒരാളെ എന്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്? അതിനു മാത്രം തനിക്ക് എന്താണുള്ളത്? പണമില്ല, വിദ്യാഭ്യാസമില്ല, കുലമഹിമയില്ല. ഇതുവരെയുള്ള തൻ്റെ ജീവിതം തന്നെ വലിയൊരു പരാജയമാണ്. ഇപ്പോൾ ഈ അമ്മയുടെയും അച്ഛൻ്റെയും ദയയില്ലായിരുന്നുവെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. ആ താൻ ദേവേട്ടനെ എന്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്? നിദ്രയുടെ ചിന്തകൾ കാടുകയറുകയായിരുന്നു. മോളെ, ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്താണെന്ന് അറിയുമോ? ഒരിക്കലും അതൊരു ഭർത്താവോ വിവാഹ ജീവിതമോ കുട്ടികളോ ഒന്നുമല്ല. വിദ്യാഭ്യാസം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുമാണ്. അറിവാണ് മോളെ ഏറ്റവും വലിയ പവർ. അതുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. ആരും നമ്മളെ അപമാനിക്കാൻ ധൈര്യപ്പെടില്ല. നമ്മുടെ അറിവും പ്രതികരണ ശേഷിയുമാണ് നമ്മളെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നത്. അതില്ലാത്തവർ വാഴിക്കുഴഞ്ഞു പോവുകയേ ഉള്ളൂ. മോള് കേട്ടിട്ടുണ്ടാവും, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ആർജവമാണ് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നതെന്ന് ഒരു ചൊല്ലുണ്ട്. അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ട് നീ നിന്റെ വിദ്യാഭ്യാസം തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിദ്ര പെട്ടെന്ന് ഞെട്ടി തല ഉയർത്തി. അവൾ അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പഠിക്കാൻ താൻ ഒട്ടും പുറകിലല്ലായിരുന്നു. പക്ഷേ ചെറിയമ്മയും ശരണയും തന്നെ പഠിക്കാനാവാത്ത വിധത്തിൽ എന്നും സ്വൈരം കെടുത്തുമായിരുന്നു. ആ വീട്ടിലെ പണികൾ മുഴുവൻ കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ഏറെ രാത്രിയാകും. പക്ഷേ അപ്പോഴേക്കും ചെറിയമ്മ പുതിയ പണി എന്തെങ്കിലും നിർദ്ദേശിക്കും. സ്കൂളിലൊക്കെ ലേറ്റായി ചെല്ലുന്നതിന് ടീച്ചർ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും താൻ എങ്ങനെയൊക്കെയോ പഠിച്ചു. കഴിയുന്നത് എല്ലാ ക്ലാസ്സിലും വളരെ നല്ല മാർക്കിൽ തന്നെ പാസ്സായി. +2 ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നിട്ടും ചെറിയമ്മ തന്നോട് കോളേജിൽ പോകണ്ടെന്ന് കട്ടായം പറഞ്ഞു. മുത്തശ്ശി ചെറിയമ്മയുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഒടുവിൽ തന്നെ ഡിഗ്രിക്ക് വിടാമെന്ന് സമ്മതിച്ചത്. പക്ഷേ താൻ പഠിക്കാൻ പോകുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നു. അവസാനം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ അവർ സമ്മതിച്ചതുമില്ല. ഒരു ദിവസം മുത്തശ്ശി ആശുപത്രിയിലായി 5-6 ദിവസം താൻ കോളേജിൽ നിന്ന് ലീവെടുത്ത് മുത്തശ്ശിയെ നോക്കാൻ നിന്നു. മുത്തശ്ശിയുടെ പേരും പറഞ്ഞാണ് പിന്നെ അവർ തന്നെ വീട്ടിലിരുത്തിയത്. മുത്തശ്ശിയെ നോക്കാൻ ആളില്ലെന്നും പറഞ്ഞു. എന്നാൽ വീട്ടിലിരുന്നാലോ ഒരു 100 കൂട്ടം പണി തൻ്റെ തലയിൽ വെച്ചു തരും. സത്യം പറഞ്ഞ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാനോ അടുത്തിരിക്കാനോ തനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടാറില്ല. അന്ന് പഠിപ്പ് നിർത്തേണ്ടി വന്നപ്പോൾ വളരെയേറെ മനസ്സ് വേദനിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മരവിപ്പ് മാത്രമാണ് തോന്നുന്നത്. ജീവിതം തന്നെ മടുത്തു പോയ തനിക്ക് ഇനി എന്തിനാണ് പഠിപ്പ്? ജീവിതത്തിൽ യാതൊരു മോഹങ്ങളുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഓരോന്നോർത്ത് നിദ്ര ദീർഘമായി നിശ്വസിച്ചു. മോളെന്താ ഒന്നും പറയാത്തത്? കുറച്ച് കഴിയട്ടെ അച്ഛാ. ഞാനിപ്പോൾ ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലാണ്. എനിക്കിനി പഠിക്കാനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ മോളുടെ തോന്നലാ. അച്ഛൻ പറയുന്നത് മോളൊന്ന് കേൾക്ക്. നീ എത്രയും പെട്ടെന്ന് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. ഞാനിവിടെ മോൾക്കൊരു പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി തരാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും വേണം. നിന്നെ ഹയർ സ്റ്റഡീസിന് UK അയച്ച് പഠിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം. നിനക്കിഷ്ടമുള്ള അത്രയും പഠിക്കാം.
മഹാദേവൻ പറഞ്ഞത് കേട്ട് നിദ്ര അന്തം വിട്ടുപോയി. UK-യിലോ? അച്ഛാ, എനിക്കൊന്നും അറിയില്ല. ഞാൻ UK-യിലൊക്കെ പോയിട്ട്. ആകെ പതറിപ്പോയി അവൾക്ക് അത്രമാത്രം പറയാനേ സാധിച്ചുള്ളൂ. മഹാദേവൻ പുഞ്ചിരിയോട് അവളുടെ ചുമലിൽ തട്ടി. UK എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ പേടിക്കാതെ എത്രയോ പെൺകുട്ടികൾ അവിടേക്ക് പോയി പഠിച്ച് നല്ല മിടുക്കുകളായിട്ട് വരുന്നു. എൻ്റെ മോള് നല്ല മിടുക്കിയായിട്ട് തിരിച്ചു വരണം. പക്ഷേ ഇപ്പോഴല്ല, അതിനാദ്യം നീ നിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കാം ബാക്കി. നിദ്ര അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. തനിക്കിപ്പോൾ പഠിക്കാൻ പോകാനൊന്നും തോന്നുന്നില്ല. പക്ഷേ അതും പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിച്ചിട്ട് എന്തിനാണ്? അച്ഛൻ മാത്രമല്ല, താൻ അനുസരിച്ചില്ലെങ്കിൽ അമ്മയും ഒരുപാട് വിഷമിക്കും. സ്വന്തം മകനെ തഴഞ്ഞുപോലും അവർ തൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. നന്ദികേട് കാണിച്ചുകൂടാ. ഞാൻ പഠിച്ചോളാം, അച്ഛൻ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തോളാം. അച്ഛൻ പറയുന്നത് പോലെയല്ല മോളെ, ആത്മാർത്ഥതയോടുകൂടി നിനക്ക് വേണ്ടിയാണ് എന്ന വിചാരത്തിൽ നീ പഠിക്കണം. നിദ്രമല്ലേ തലയനക്കി. നീ എനിക്കൊരു വാക്കുകൂടി തരില്ല മോളെ? എന്താ അച്ഛാ, പറഞ്ഞോളൂ. ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടത് തന്നെ. നീ ഒരിക്കലും രുദ്രനെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത്. കാമുകയ്ക്ക് വേണ്ടി നിന്നെ തഴഞ്ഞ അവൻ്റെ മുന്നിൽ ഇനിയും നീ ഒരിക്കലും സ്വന്തം അഭിമാനം പണയപ്പെടുത്തരുത്. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എങ്കിലും അതിനിടയിലും അവൾ ചിരിച്ചു. ഇല്ലച്ചാ, ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാനോ അദ്ദേഹത്തോട് സംസാരിക്കാനോ ശ്രമിക്കില്ല. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ അഭിമാനം അദ്ദേഹത്തിന് മുന്നിൽ പണയപ്പെടുത്തില്ല. പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞുപോയി. മഹാദേവൻ വേദനയോടുകൂടി അവളെ ചേർത്ത് പിടിച്ചു. സാരമില്ല മോളെ, ഞാനില്ല നിനക്ക്, വിഷമിക്കാതെ. ഞാൻ മാത്രമല്ല, ഗായത്രിയുമുണ്ടല്ലോ. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നീ ഒരിക്കലും അനാഥയില്ല. മഹാദേവൻ നിദ്രയെ ചേർത്ത് പിടിക്കുന്നത് കാണുന്ന ഗായത്രി ദേവിയുടെ കണ്ണുകൾ എന്തെന്നില്ലാതെ നിറഞ്ഞു. അത് സന്തോഷം കൊണ്ടായിരുന്നു. പക്ഷേ രുദ്രനെ ഓർത്തപ്പോൾ അവരുടെ ആത്മാവ് വല്ലാതെ വേദനിച്ചു. നീ എന്തെങ്ങനെ നനഞ്ഞു കുതിർന്ന കോഴിയെ പോലെ ഒന്ന് ഉഷാറായിരിക്ക്. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ സമയം വലിയൊരു ആഡംബര ഹോട്ടലിൽ രുദ്രൻ്റെ ഒപ്പം ലഞ്ച് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് സാറ് പറഞ്ഞത്, ഇപ്പം നിനക്ക് എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാനൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കുറേ ദിവസമായി ഞാനിത് സഹിക്കുന്നു. ഇങ്ങനെ തളർന്നു തൂങ്ങിയിരിക്കാൻ നിനക്ക് മാറാരോഗം ഒന്നുമില്ലല്ലോ. പരിഭവം പറഞ്ഞുകൊണ്ടുള്ള സാറയുടെ സംസാരം ചെവിയിൽ വന്നലച്ചപ്പോൾ രുദ്രൻ തലവേദനിച്ചിട്ടെന്ന പോലെ നെറ്റിയിൽ വിരലുകൾ അമർത്തി പിടിച്ചു. കുറച്ചു നേരത്തേക്ക് നീ എനിക്കൊന്ന് സ്വൈരം താ. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അഥവാ ഇവിടെ കിടന്ന് ബഹളം വെക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ പോവുകയാണ്. നമുക്ക് പിന്നെ കാണാം. എനിക്കിനിയും ഷൂട്ടിങ് ബാക്കിയുള്ളതാ. രുദ്രൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞതും സാറ ഒന്നടങ്ങി. അവനോട് മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് നല്ലതെന്ന് അവളുടെ ബുദ്ധി ഉപദേശിച്ചു. ഇപ്പം രുദ്ര മഹാദേവ് എന്ന ആക്ടർ ഇൻഡസ്ട്രിയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെയല്ല, ദ്രുതഗതിയിലാണിപ്പോൾ ഇവൻ്റെ വളർച്ച. ഇവൻ്റെ പ്രതിഫലമോ ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെയുള്ള ഇവനെ കളഞ്ഞ താനാവും വണ്ടി. എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ രുദ്ര, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. എനിക്കറിയാം നിദ്രയോടുള്ള സഹതാപമാണ് നിന്റെ വിഷമത്തിന് കാരണമെന്ന്. നീ വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ അവൾക്ക് കുറച്ച് പണം കൊടുക്കാം. 1-2 ലക്ഷം കൊടുക്കാൻ നിന്റെ കയ്യിലില്ലാത്തതല്ലല്ലോ. വേണമെങ്കിൽ ഞാനും 1-2 ലക്ഷം രൂപ കൊടുത്തേക്കാം. അവൾക്കത് കിട്ടിയാൽ വലിയ സന്തോഷമാകും. നമ്മളോടൊരു നന്ദിയും കാണും. മാത്രമല്ല രുദ്ര, ഇപ്പം നിന്റെ വീട്ടുകാർ പിണങ്ങിയിരുന്നാലും നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നിനക്കുള്ളത് തന്നെയാണല്ലോ. അത് കിട്ടുമ്പോഴും നീ നിദ്രയ്ക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിച്ചോളൂ. എനിക്കതിലൊന്നും ഒരു വിഷമവുമില്ല. കടലിൽ നിന്നൊരു തുള്ളി പോയാൽ എന്താവാനാ? അതിനെനിക്ക് നിദ്രയോട് സഹതാപമാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ഞാനൊക്കെയും പറഞ്ഞതല്ലേ, നീ എന്നിട്ടും ഒന്നും മനസ്സിലാക്കുന്നില്ല. രുദ്രൻ പരിഹാസത്തോടെ ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ വല്ലാതെ കലങ്ങിയിരിക്കുന്നതായി സാറയ്ക്ക് തോന്നി. അവൻ ദിവസങ്ങളായി ഉറങ്ങിയിരുന്നു. നീ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന 1-2 ലക്ഷം നക്കാപ്പിച്ചയൊന്നും നിദ്രയ്ക്ക് ആവശ്യമില്ല. അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാനും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എൻ്റെ അച്ഛനും അമ്മയുമുണ്ട്. മാത്രമല്ല അവരെ അനുസരിക്കാത്ത എന്നെ ഇനി അവർക്ക് ആവശ്യമില്ല എന്നാണ് ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതായത് മകനെന്ന വിധത്തിലുള്ള യാതൊരു അധികാരവും അവകാശവും എനിക്കിനി ഉണ്ടായിരിക്കില്ലെന്ന്. അവർക്കിനി നിദ്രയാണ് മകളെന്നും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടേതായ സ്വത്തുക്കളെല്ലാം താമസിക്കുന്ന വീടടക്കം അവർ നിദ്രയ്ക്ക് എഴുതി വയ്ക്കാൻ പോവുകയാണെന്നും അച്ഛൻ പറഞ്ഞു. രുദ്രൻ കരുതിക്കൂട്ടി തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് സാറയുടെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ടോ അവൾ നിദ്രയെ അങ്ങനെ പരിഹസിച്ചത് അവനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ സാറയുടെ മുഖം വിളറി ആകെ രക്തശൂന്യമായി.
എന്താ പറഞ്ഞത്? നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം നിദ്രയുടെ പേരിൽ കൊടുക്കാൻ പോവുകയാണെന്നോ? എന്ത് വിഡ്ഢിത്തമാ നീ പറയുന്നത്? സാറയുടെ സ്വരം കുറച്ചൊന്ന് ഉയർന്നുപോയി. അതെ, രുദ്രൻ അക്ഷോഭനായി പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? നിദ്ര എവിടുന്ന് നിന്നോ വലിഞ്ഞു കയറി വന്നവളല്ലേ. നീയല്ല നിന്റെ അച്ഛൻ്റെ ശരിക്കുമുള്ള മകൻ. സാറയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന വിധത്തിൽ ദേഷ്യം വന്നു. രുദ്രൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളിൽ താൻ എന്നേ കണ്ണുവെച്ചതാണ്. കോടിക്കണക്കിന് വരുന്ന പ്രോപ്പർട്ടീസാണ് ആ നിദ്രയെന്ന് പറയുന്നവർക്ക് പോകുന്നത്. തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. താനിതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ല. രുദ്രൻ്റെ ഫ്യൂച്ചർ വൈഫ് താനാണ്. ആ സ്വത്തുക്കൾക്കും ഈ ജയിൻ സാറ തന്നെയാവണം അവകാശി. അത് പറഞ്ഞിട്ടെന്താ കാര്യം സാറാ? ഞാൻ എൻ്റെ തനിനിറം കാണിച്ചല്ലോ. രുദ്രൻ ആരോടുന്നില്ലാതെ ദേഷ്യത്തോടെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, നിദ്രയ്ക്ക് ആ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചു കൊടുത്തോളാം. വാറ്റ്? നീ എന്ത് മണ്ടത്തരമാ രുദ്രയെ കാണിച്ചത്? എന്ത് മണ്ടത്തരം? ഞാൻ അവളോട് കാണിച്ച തെറ്റിന് ഇതൊന്നും പ്രായശ്ചിത്തം ചെയ്താൽ പോരാ. നിദ്ര ഒരിക്കലും എൻ്റെ സ്വത്ത് ആഗ്രഹിക്കുന്നവളല്ല, അതും എനിക്കറിയാം. പക്ഷെ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും? നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? സാറ നിരാശയോട് ചോദിച്ചു. യെസ്, ഐ ആം ഡാം സീരിയസ് സാറ. എൻ്റെ കുറ്റബോധം അല്പമെങ്കിലും കുറയാൻ എനിക്ക് അതെങ്കിലും ചെയ്യണം. പിന്നെ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, നിദ്ര ഒന്നുമില്ലാത്തവളല്ലെന്ന്. അവൾ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ അവകാശിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് അവളെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമുക്കിടയിൽ വേണ്ട. അതാവും നിനക്കും എനിക്കും ഇടയിലുള്ള നമ്മുടെ ബന്ധത്തിന് നല്ലത്. രുദ്രനൊരു താക്കീതെന്ന പോലെ പറഞ്ഞു. എന്നാലും രുദ്ര, ഇത്രയും വിലയേറിയ സ്വത്തുക്കൾ നിദ്രയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ അതിന് നിനക്കെന്താ സാറ? നിനക്ക് എന്നെ മാത്രം മതിയെന്നല്ലേ നീ എപ്പോഴും പറയാറ്? സ്വത്തുക്കളിൽ നിന്നും യാതൊരു താല്പര്യവുമില്ലെന്ന് നീ എത്രയോ പ്രാവശ്യം എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ശരിയാ. എനിക്ക് നിന്നെ മാത്രം മതി. സാറൊന്ന് പതറി. വലിയ ബലമില്ലാതെയാണ് അവളത് പറഞ്ഞത് എന്ന് രുദ്രൻ ഓർത്തു. നീ പറഞ്ഞത് കറക്റ്റാണ് രുദ്ര. നിദ്രയ്ക്ക് തന്നെയാണ് ആ സ്വത്തുക്കളെല്ലാം കിട്ടേണ്ടത്. അവൾ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും വെയിറ്റർ വിഭവസമൃദ്ധമായ പല വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്ന് അവരുടെ മുന്നിലെ ടേബിളിൽ വെച്ചു. രുദ്രനൊന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ സാറയുടെ വിശപ്പ് അപ്പോഴേക്കും കെട്ടുപോയിരുന്നു. അവൾ വെറുതെ ഭക്ഷണത്തിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ലഞ്ച് കഴിഞ്ഞ് ഓടിക്കിതച്ചെന്ന പോലെയാണ് സാറ തൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിയത്. വന്നപാടെ അവൾ തൻ്റെ റൂമിൽ കയറി വാതിലടച്ച് മൊബൈലെടുത്തു. വീണ്ടും താൻ കഴിഞ്ഞ ദിവസം വിളിച്ച നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി. 2-3 പ്രാവശ്യം കോൾ ചെയ്തു നോക്കിയെങ്കിലും ആരും എടുത്തില്ല. അവൾക്ക് ആകെപ്പാട് ദേഷ്യം വന്നു. നാശം, ഈ തള്ളത് എവിടെ പോയി കിടക്കുന്നു? അന്ന് വിളിച്ചപ്പോൾ കോൾ എടുത്തിരുന്നില്ല. അഥവാ അവരെ കിട്ടിയില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയാണെങ്കിലും കാര്യം അവതരിപ്പിച്ചേ തീരൂ. നിദ്ര അത്രയും സ്വത്തുക്കൾക്കുടമയാകുന്നത് തനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. താൻ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണത്. മാത്രമല്ല അവൾ തന്നെ ഒരുപാട് വെല്ലുവിളിച്ചവളാണ്. രുദ്രൻ ഉപേക്ഷിച്ചപ്പോൾ അവൾക്കിനി പഴയതുപോലെ നരകജീവിതമായിരിക്കുമെന്ന് കരുതി. സ്വാഭാവികമായും അവൾക്ക് രുദ്രൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ രുദ്രൻ്റെ അച്ഛനും അമ്മയും തൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം തടയിട്ടു. അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കുന്നത് തനിക്ക് സഹിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവൾ തൻ്റെ ശത്രുവാണ്, കൊടിയ ശത്രു. താൻ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ മനസ്സ് തട്ടിയെടുത്തവൾ. സാറ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം ഫോൺ എടുക്കപ്പെട്ടു. ഹലോ, സത്യഭാമ ആൻറ്റി അല്ലേ? സാർ ആകാംക്ഷയോട് ചോദിച്ചു. ആൻറ്റിയോ? നീ ആരെന്നെ ആൻറ്റിയെന്ന് വിളിക്കാൻ? എടി, എനിക്കതിന് അധികം പ്രായമൊന്നുമില്ല കേട്ടോടി. എന്നെ കണ്ടാൽ ഇപ്പോഴും 17 ഒരു കുഞ്ഞുവാവ വന്നിരിക്കുന്നു. ശബ്ദം കേട്ടാൽ തന്നെ അറിയാലോ ഏതോ കിളവി വിളിക്കുവാണെന്ന്. സത്യഭാമ തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. മറുവശത്തു നിന്ന് കേട്ട വർത്തമാനത്തിൽ സാറയ്ക്ക് കടുത്ത ദേഷ്യം വന്നു. എന്നാൽ പിന്നെ ഞാൻ നിങ്ങളെ കുഞ്ഞുമോളെ എന്ന് വിളിക്കാം. ദേ തള്ളെ, മര്യാദയ്ക്ക് സംസാരിക്ക്, ഇല്ലെങ്കിൽ നിങ്ങളെൻ്റെ തനി നിറം കാണും. നീ ആരുടെ അലവലാതി എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് ശരിക്കും നിനക്കറിയില്ല. അടിച്ച് നിന്റെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും. നിന്റെ അമ്മൂമ്മയെ പോയി വിളിക്കടി തള്ളയെന്ന്. സത്യഭാമ വീണ്ടും കലവിലയെടുത്തത് സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ടധികം ചിലക്കണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ച നമ്മൾ 2 പേർക്കും ഗുണമുള്ള കാര്യമാണ്. ഇല്ലെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഞാൻ ഓർഡർ ഇട്ടാൽ മതി. ഇരുചെവി അറിയാതെ നിങ്ങളെ തീർക്കാൻ എനിക്ക് ആളുണ്ട്. ആ സംസാരം കേട്ട് സത്യഭാമ ഒന്ന് പതറി. അവൾക്ക് ഭയം തോന്നി. ഇവളത് ഏത് നരകത്തിൽ നിന്നുമാണ് വിളിക്കുന്നത്? അതും ഒരു വിരൽ ഞൊടിയിൽ തന്നെ തീർക്കാൻ പോകുന്ന ഇവളാണ്. നിങ്ങൾ ആരാ? ഞാൻ ജെയിൻ സാറ ഫിലിപ്പ്. ജെയിൻ സാറയോ? അതാരാ? അതേ ഭയത്തോടെ തന്നെ സത്യഭാമ ചോദിച്ചു. ആക്ടർ രുദ്രമഹാദേവിൻ്റെ കാമുകി.
സത്യഭാമയുടെ കണ്ണുകൾ തള്ളിപ്പോയി. എന്താ പറഞ്ഞത്? രുദ്രന്റെ കാമുകിയെന്നോ? അതെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ആദ്യ മകൾ നിദ്രയുടെ ഭർത്താവ് രുദ്രമഹാദേവിൻ്റെ കാമുകി തന്നെ. സാറയുടെ സ്വരം രൂക്ഷമായി. പൊടുന്നനെ മറുപുറത്ത് നിശബ്ദത വ്യാപിച്ചു. അവർക്ക് ആ കേട്ട വാക്കുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.